തേക്കിന്റെ നാട്ടിൽ കാതലായി നിലമ്പൂരിന്റെ സ്വന്തം ബാപ്പുട്ടിക്ക. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം കാഴ്ചവെച്ച് അണികളെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത്. ഇടതു കോട്ടകളെ തരിപ്പണമാക്കി തന്റെ സ്വന്തം മണ്ണിൽ പുതുചരിത്രം കുറിച്ചിരിക്കുകയാണ് രാഷ്ട്രീയത്തിൽ പയറ്റിത്തെളിഞ്ഞ നിലമ്പൂരിന്റെ സ്വന്തം സുൽത്താൻ. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ ജനിച്ച ആര്യാടൻ ഷൗക്കത്ത് തന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ പാത പിന്തുടർന്നാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മമ്പാട് AGM NSS കോളേജിൽ നിന്ന് BSc ബിരുദം നേടി. നിലവിൽ KPCC ജനറൽ സെക്രട്ടറിയായ ആര്യാടൻ ഷൗക്കത്ത് രാഷ്ട്രീയത്തിനൊപ്പം സിനിമ, സാമൂഹിക, സാംസ്കാരിക ഭരണരംഗങ്ങളിൽ കഴിവ് തെളിയിച്ചയാളാണ്. 14-ാം വയസ്സിൽ നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ സ്കൂൾ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് പൊതുപ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് KSU താലൂക്ക് സെക്രട്ടറിയായി. യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി, കേരള ദേശീയവേദി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എന്നിങ്ങനെ പടിപടിയായി സ്ഥാനങ്ങൾ ചവിട്ടിക്കയറിയ ഷൗക്കത്ത് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ, രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടൻ ദേശീയ കൺവീനർ, സാംസ്കാരിക സാഹിതി സംസ്ഥാന ചെയർമാൻ എന്നീ സ്ഥാനങ്ങളും വഹിച്ചു. ആയിരത്തി 1982 ശേഷം 2016 കളം വിടും വരെ ആര്യാടനല്ലാതെ നിലമ്പൂരിൽ കോൺഗ്രസിൽ നിന്ന് ആരും മത്സരിച്ചിട്ടുമില്ല, MLA-യും ആയിട്ടുണ്ടായിരുന്നില്ല. 1982 TK ഹംസയോട് തോറ്റ ഒറ്റ പരാജയം മാത്രം. അവിടേക്കായിരുന്നു പിതാവിന്റെ പാത പിന്തുടരാൻ മകൻ ഷൗക്കത്തിനെ 2016 കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത്. പക്ഷേ PV അൻവറിന് മുന്നിൽ തോൽക്കുകയായിരുന്നു ഷൗക്കത്ത്. ഇത് കോൺഗ്രസിനുണ്ടാക്കിയ ക്ഷീണവും ചെറുതായിരുന്നില്ല. ആ ക്ഷീണമാണ് 9 വർഷത്തിനപ്പുറം അതേ ഷൗക്കത്തിലൂടെ കോൺഗ്രസ് ഇത്തവണ മറികടന്നത്. ഷൗക്കത്താണ് സ്ഥാനാർത്ഥിയെന്ന് കോൺഗ്രസ് നേരത്തെ ഉറപ്പിച്ചിരുന്നെങ്കിലും ഇടതുപക്ഷം വിട്ട് UDF-ലേക്ക് ചേക്കേറാൻ ശ്രമിച്ച PV അൻവറിന്റെ കടുത്ത എതിർപ്പ് അതിജീവിക്കണമായിരുന്നു. ഇത് ആദ്യം മുതൽക്ക് തന്നെ വിവാദങ്ങൾക്ക് തുടക്കമിട്ടെങ്കിലും ഈ വിവാദങ്ങളെ വോട്ട് ചോർച്ചയിലേക്ക് നയിക്കുമെന്ന ഇടതിന്റെ കണക്കുകൂട്ടലുകളെയാണ് ഇത്തവണ കോൺഗ്രസും UDF-ഉം ഷൗക്കത്തും തെറ്റിച്ചത്. ഷൗക്കത്തിനൊപ്പം സ്ഥാനാർത്ഥിത്വത്തിന് പരിഗണിക്കുകയും എന്നാൽ അത് നിഷേധിക്കപ്പെട്ടിട്ടും പരാതിയോ പരിഭവവും ഇല്ലാതെ തികഞ്ഞ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ ഷൗക്കത്തിന്റെ വിജയത്തിനായി കളം നിറഞ്ഞ് പ്രചാരണം നയിച്ച ജോയ്ക്ക് ഈ വിജയത്തിലുള്ള ക്രെഡിറ്റ് കുറച്ചു കാണാനാകില്ല. കൂടെ നിന്ന് പാലം വലിക്കുമെന്ന് കരുതിയ എതിരാളികൾക്കും ജോയ് ഒരു പാഠപുസ്തകമായി. 2016 ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചപ്പോൾ കോൺഗ്രസിന് വോട്ട് കുറഞ്ഞ് അതേ സാഹചര്യം 2025 ഷൗക്കത്ത് മത്സരിക്കുമ്പോൾ സംഭവിക്കുമെന്നായിരുന്നു അൻവർ അടക്കമുള്ളവർ കണക്ക് കൂട്ടിയത്. 2016 40.83% വോട്ടാണ് ഷൗക്കത്ത് മത്സരിച്ചപ്പോൾ UDF-ന് ലഭിച്ചിരുന്നെങ്കിൽ 2021 ആര്യാടന് പകരം VV പ്രകാശ് മത്സരിച്ചപ്പോൾ അത് 45.3% എത്തിക്കാൻ UDF-നായിരുന്നു. എന്നാൽ വീണ്ടും ഷൗക്കത്ത് വന്നതോടെ 2016 സാഹചര്യത്തിലേക്ക് പോവാതെ പിടിച്ചു നിൽക്കാൻ UDF-നായത് ഏറെ ആശ്വാസമാണ്. ഇതോടെ ആര്യാടൻ വിരുദ്ധ വോട്ടുകൾ വിധി നിർണ്ണയിക്കുമെന്ന അൻവറിന്റെ പ്രവചനവും തെറ്റിപ്പോയി. അങ്ങനെ 9 വർഷത്തിന് ശേഷം ആര്യാടൻ ലെഗസി പിടിച്ചെടുക്കാൻ മകൻ ഷൗക്കത്തിനായി. പൊളിറ്റിക്കൽ ഡെസ്ക് M5 ന്യൂസ്.